ഗെയിം ഈസ് നോട്ട് ഓവർ. ഇങ്ങനെയാണ് മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞത്. അതായത് വീണ വിജയൻ്റെ പിന്നാലെ തന്നെ ഞാനുണ്ട്. ഈ കേസിനൊരു അവസാനം കാണുന്നത് വരെ സത്യസന്ധമായി ഈ കേസിന് പിന്നാലെ ഞാൻ പോകുമെന്ന് പറയുമ്പോൾ വീണ ഭയപ്പെടണം, പിണറായി വിജയൻ ഭയപ്പെടണം, ഒപ്പം മരുമകൻ റിയാസും ഭയപ്പെടണം. കോൺഗ്രസിലെ മറ്റംഗങ്ങളെപ്പോലെയോ അല്ല മറ്റ് നേതാക്കളെപ്പോലെയോ അല്ല മാത്യു കുഴൽനാടൻ. പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടെയും വ്യക്തതയോടെയും നിലപാടുകളോടെയുമാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട്, എല്ലാ കൃത്യമായ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ മുന്നോട്ട് പോകുമ്പോൾ ഈ ഗെയിമിൻ്റെ അവസാനം വീണ വിജയൻ ജയിലിലേക്കാണോ എന്ന് തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. പിണറായി 3.0 ആണോ, പിണറായിയുടെ മകൾ വീണ ജയിലിലേക്കാണോ എന്നതാണ് എല്ലാവരും ഉത്കണ്ഠാപരമായി നോക്കുന്ന കാര്യം. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഴുവൻ എതിർകക്ഷികളെയും വിശദമായി കേൾക്കണമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. മുഖ്യമന്ത്രി മകൾ വീണ വിജയൻ, വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി, കരിമണൽ കമ്പനിയായ CMRL തുടങ്ങി എല്ലാ എതിർകക്ഷികളോടും എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുവാനും ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ബസന്ത് ബലാജി എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു. CMRLനെ സഹായിച്ച പിണറായി വിജയൻ കൈക്കൂലി വാങ്ങിയെന്നും വീണയെ ഇതിനായി മറയാക്കിയായിരുന്നുവെന്നും വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകനായ MR അജയനാണ് കോടതിയെ സമീപിച്ചത്. ക്രമക്കേട് സംബന്ധിച്ച ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാണെന്നും ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നുമായിരുന്നു ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നത്. മറ്റൊരു ബെഞ്ച് പരിഗണിച്ചിരുന്ന കേസ് പിന്നീട് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പരാമർശിക്കുന്നവരുടെ പട്ടിക ഹാജരാക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇത് സമർപ്പിക്കേണ്ടത് ആദായനികുതി വകുപ്പാണെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ വീണ, ഇവരുടെ സ്ഥാപനം, കരിമണൽ കമ്പനി MDയും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കി SFIO റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ തങ്ങളെ കേൾക്കാതെയാണ് SFIO റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന CMRLന്റെ ഹർജിയിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി മുൻപാകെയുള്ള കേസിലെ തുടർ നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് മുദ്രവച്ച കവറിൽ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് ജൂൺ 17 കോടതി മാറ്റിവച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയന് ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാകും മാത്യു കുഴൽനാടൻ അടക്കമുള്ളവർ സമ്മാനിക്കുന്നത്. എന്തിനാണ് വീണ വിജയൻ കരിമണൽ കർത്തയിൽ നിന്ന് ചെയ്യാത്ത സേവനത്തിന് 1.72 കോടി രൂപ വാങ്ങിയത്? ഈ ചോദ്യമാണ് കേരളം ഒന്നാകെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയമാണ്. ഇനി ഒരു ഭരണ തുടർച്ച പിണറായി വിജയൻ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നത്. ആ ചോദ്യം കൃത്യമായി ആ സമയത്ത് തന്നെ പ്രതിപക്ഷം ഈ വിഷയവുമായി രംഗത്തിറങ്ങിയാൽ അത് ഇടതുപക്ഷത്തെ വല്ലാതെ വരിഞ്ഞു മുറുകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഏറെക്കാലമായി ഈ കേസ് ചർച്ചാ വിഷയങ്ങളിൽ ഒതുങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ വീണയെ പ്രതിയാക്കിക്കൊണ്ടും 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസ് SFIO കുറ്റപത്രം സമർപ്പിച്ചത്. വീണ വിജയൻ്റെയും കരിമണൽ കർത്ത അടക്കമുള്ളവരുടെ ഭാഗങ്ങൾ കേട്ടുകൊണ്ടായിരിക്കും ഇനി വാദം കേൾക്കുക. അത് ജൂൺ 17 മാറ്റുക. പിണറായി വിജയനെ കയ്യിലെടുക്കാനാണോ വീണ വിജയന് ഈ പണം നൽകിയത്? നമുക്കറിയാം, പലപ്പോഴും വീണ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാര്യയും അടക്കമുള്ളവരൊക്കെ പലപ്പോഴും വാർത്തകളിൽ നിറയുകയാണ്. ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വീണ വിജയനും കമലാ വിജയനും ചെറുമകനുമൊക്കെ വന്നതുമൊക്കെ വലിയ ചർച്ചകളായിട്ടുണ്ട്. മാത്രമല്ല, മരുമകൻ റിയാസിനെ അടുത്ത മുഖ്യമന്ത്രിയാക്കുവാനുള്ള പിണറായിയുടെ കളികൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പ്രതിപക്ഷ ആരോപണങ്ങൾ വരുന്നത്. വീണ്ടും ഇടതുപക്ഷ സർക്കാരാണ് വരുന്നതെങ്കിൽ അതിനെ നയിക്കുന്നത് പിണറായി വിജയൻ തന്നെയാകും. കാരണം പ്രതിപക്ഷത്തിൽ മാത്യു കുഴൽനാടനും
BJPയിൽ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജും അല്ലാതെ ഇക്കാര്യങ്ങൾ ഭരണപക്ഷത്തിൻ്റെ ഈ അഴിമതികൾ മകളുമായി ബന്ധപ്പെട്ട ഇത്തരം കേസുകളൊന്നും ചൂണ്ടിക്കാണിക്കാൻ, വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ, അതിനെ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ അത്രത്തോളം കഴിവുള്ള മറ്റാരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല കോൺഗ്രസിനെ കൊണ്ടൊരു പ്രയോജനവുമില്ല എന്നും ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും പിണറായി സർക്കാർ വന്നാൽ കുറച്ചുകൂടി ജനവിരുദ്ധമായ നടപടികളാണ് പലപ്പോഴും സ്വീകരിക്കുന്നതെങ്കിൽ പോലും കോൺഗ്രസിനെക്കാട്ടിലും ഭേദം, തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിനേക്കാൾ ഭേദം കമ്മ്യൂണിസ്റ്റാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷമാണ്. കാരണം നയിക്കാനും പറഞ്ഞാൽ അത് കൃത്യമായി മറ്റുള്ളവർ അനുസരിക്കാനും ഒക്കെ ശക്തമായ ഒരു നേതാവ് ഇടതുപക്ഷത്തുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം. അത് മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഒരു കേസാണ് പിണറായി വിജയനെ വല്ലാതെ കുഴയ്ക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം മകൾ ജയിലിലേക്ക് പോകുമോ, ഈ കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ബന്ധമുള്ളത് കൊണ്ടാണ്, ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുള്ളത് കൊണ്ട് കൃത്യമായി വീണയുടെ കാര്യത്തിൽ നിലപാടുകൾ അല്ലെങ്കിൽ കേസുകൾ വരില്ല എന്നൊക്കെ പറയുമ്പോഴാണ് SFIO കുറ്റപത്രം സമർപ്പിച്ചതും കൃത്യമായി SFIO അത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതും. അവിടെ വീണ പ്രതിയാണ്. മാത്രമല്ല വീണയ്ക്ക് 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കൂടി കുറ്റമാണ് SFIO ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും നിലപാടുകൾ, തീരുമാനങ്ങൾ ഉണ്ടാകുമോ? ഇനി ജൂൺ 17 കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്താകും ഉണ്ടാകാൻ പോകുന്നത്? ഇതൊക്കെ വലിയ ചോദ്യമായി തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും വലിയ വിമർശനങ്ങൾ പിണറായി സർക്കാർ നേരിടുമ്പോഴും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമതർ തലപൊക്കുമ്പോഴുമൊക്കെ അത് പുറത്ത് പറയാതെ, പുറത്തറിയിക്കാതെ അത് കൃത്യമായി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ ഒരു കഴിവ് പിണറായി വിജയന് നേരത്തെ ഉണ്ട്. കാരണം പിണറായി കണ്ണുരുട്ടിയാൽ ഗോവിന്ദൻ മരേക്കറിൽ മുള്ളുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എത്രത്തോളം വാസ്തവമുണ്ട് എന്നറിയില്ല. കാരണം പിണറായിയെ ഭയന്നാണ് പലരും പല കാര്യങ്ങളും തുറന്നു പറയാതെ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ശൈലജ ടീച്ചറെയൊക്കെ തൂക്കി എറിഞ്ഞത് നമ്മൾ കണ്ടതാണ്. ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റം കൊണ്ടുവന്ന ശൈലജ ടീച്ചറുടെയൊക്കെ അവസ്ഥ, ശൈലജ ടീച്ചർ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക്. കാരണം അത്രമാത്രം അവരെ ഒതുക്കിക്കളഞ്ഞു പിണറായി വിജയൻ എന്നതാണ്. തനിക്ക് മുകളിൽ വളരുന്നവരെ, അല്ലെങ്കിൽ തനിക്ക് മുകളിൽ വളർന്നു പോകും, തൻ്റെ മരുമകന് മുകളിൽ വളർന്നു പോകും എന്നുള്ളവരെയൊക്കെ വെട്ടി വീഴ്ത്തുന്ന ഒരു നിലപാട് ശ്രീമതി ടീച്ചറോടും KK ശൈലജയോടുമൊക്കെ, M സ്വരാജിനോടും ഷംസീറിനോടുമൊക്കെ പിണറായി ഇങ്ങനെ കാട്ടിക്കൂട്ടുകയാണ്. അപ്പോൾ ഇതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? മകൾ ജയിലിലേക്ക് പോകുമോ? മറ്റുള്ളവരോട് കാണിക്കുന്ന ഈ ഇത്തരത്തിലുള്ള രീതികൾ, ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ സ്വന്തം കുടുംബത്തിൽ തന്നെ വന്ന് അടിക്കുമോ എന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും വീണ വിജയൻ ജയിലിലേക്കാണോ? ഇതാണിപ്പോൾ എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. കുറേ നാളുകളായി ചോദിക്കുന്നു. 1.72 കോടി രൂപ വീണ വിജയൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്ത് സേവനത്തിനാണെന്ന് അവർ പറഞ്ഞേ മതിയാകൂ.